ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? നെല്ലിക്കായും കൊണ്ടുണ്ടാക്കിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ദിവസങ്ങളോളം നമുക്ക് കേടാകാതിരിക്കും. കുട്ടികളൊക്കെ നെല്ലിക്ക കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരു സ്പൂൺ വെച്ച് ഇത് കഴിച്ചാൽ നല്ല ഹെൽത്തിയാണിത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നെല്ലിക്കായും കൊണ്ടാണ് ഇത്. നെല്ലിക്ക അച്ചാറൊന്നും അല്ല ഇടുന്നത്. ഇത് നമ്മുടെ നെല്ലിക്കായും കൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ട് നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ലത് ഹെൽത്തിയാണ്. അപ്പം ദേ ഇതുപോലൊരു 400 ഗ്രാം നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഇച്ചിരി ഇങ്ങനെ വാടിയതുപോലെ ഇരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഫ്രഷായ നെല്ലിക്കായാണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊരു നല്ല മധുരത്തിൻ്റെ റെസിപ്പി ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ദേ ഇത് നല്ല കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചേക്കുവാണെങ്കിൽ നമുക്കൊന്ന് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ ആവി കയറുമ്പോൾ തന്നെ ഇത് വേകുവേ. ഇതിലേക്കൊന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ആവിയായിട്ട് വേവിച്ചെടുക്കാം. ഇത് ആവി കയറ്റാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. വേഗട്ടെ ഇതൊന്ന് ആറാനായിട്ട് എടുത്ത് വെച്ചാണ് പുഴുങ്ങിയിട്ട് നമുക്കിനി ഇതെല്ലാം ഒന്ന് അടത്തി കുരു കളഞ്ഞെടുക്കാം. മൊത്തം അടത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇടാവേ. ഫൈനായിട്ട് പേസ്റ്റ് ആയിട്ട് അരയ്ക്കണ്ട. നമുക്കൊന്ന് ക്രഷ് ചെയ്യുന്ന പോലെ, എന്നാൽ തീരെ ക്രഷ് ചെയ്യുന്ന പോലെ രണ്ട് മധ്യത്തിൽ നിൽക്കുന്ന പരുവത്തിൽ വേണം ഇതൊന്ന് അരച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കാം. അപ്പോൾ ഇഞ്ചി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തോണ്ട് മിക്സ് എടുത്ത് ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. അടുപ്പേ വെച്ചിട്ട് നമ്മൾ തീ കത്തിച്ചിട്ടില്ല. ഇപ്പം തീ കത്തിക്കാൻ പോവാണ്. അപ്പം നമുക്ക് അതിലേക്ക് 150 ഗ്രാം ശർക്കരയാണ് പൊടിയായിട്ട് അല്ലെങ്കിൽ ചീകിയിട്ട് ഇതിലേക്ക് ഇടുക. അപ്പം നമുക്ക് തീ കത്തിക്കാം. ഇത് തീ കത്തിച്ചിട്ടുണ്ട്. ഇപ്പം സമയം മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് മീഡിയത്തിൽ തീ വെക്കണം കേട്ടോ. ലോ തീരെ വെക്കല്ലേ. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നെല്ലിക്കയുടെ സീസണൊക്കെ ആണല്ലോ. അപ്പം നമ്മൾ നെല്ലിക്ക മേടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒരു സ്പൂണൊക്കെ വെച്ച് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുന്നതും, കുട്ടികളൊക്കെ നെല്ലിക്ക അങ്ങനെ തിന്നത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഒക്കെ സ്പൂൺ വായിലോട്ട് വെച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക്. നമുക്കിതൊന്ന് നല്ലോണം ഇതിൻ്റെ വെള്ളം ഇതൊന്ന് അലിയിച്ച് പറ്റിച്ചെടുക്കാവേ. ഫുൾ തീയെ വെച്ച് നമ്മൾ പെട്ടെന്ന് എടുക്കല്ലേ. ഇത് തീ കുറച്ച് വെച്ച് ചെയ്തെടുക്കേണ്ട റെസിപ്പിയാണിത് കേട്ടോ. പത്ത് 15 മിനിറ്റ് എടുത്തിട്ടാണ് കേട്ടോ നല്ലവണ്ണം വെള്ളമൊക്കെ പറ്റിച്ച്. നല്ലൊരു ടേസ്റ്റാണിത് കേട്ടോ. നല്ല മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്ന ഒരു കയ്പും എല്ലാം ചേർന്ന നല്ല ഇതാണ്. നമുക്ക് ചുമ്മാ കഴിക്കാം. ഓരോ സ്പൂൺ വെച്ച് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഒരു കുപ്പിക്കകത്ത് വെള്ളമൊന്നും ഇല്ലാത്തൊരു ഇതിനകത്ത് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത് കേട്ടോ. നിങ്ങൾ നെല്ലിക്കയുടെ സീസൺ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ഇതായിട്ട്. അപ്പോൾ നമുക്കിന്ന് ഈ സമയം നമുക്ക് ഇച്ചിരി ഏലക്കാപ്പൊടി ഇടാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതാണ് ഇടുന്നത്. രണ്ട് ഇതുപോലെ ഏലക്ക പൊടിച്ചത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇവിടെ മധുരവും ഇതെല്ലാം കയ്പൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഒന്ന് മിക്സ് ചെയ്യാം. തീരെ കുറച്ച് തീ വെച്ചേക്കുന്ന ഈ സമയം കേട്ടോ. നമ്മളിങ്ങനെ പാനയിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കണ്ടോ. നല്ലോണം ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഒരു 5-10 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. ഇച്ചിരിയും കൂടെ വെള്ളം ഒന്ന് പറ്റാനുണ്ട്. ലാസ്റ്റ് വാങ്ങാറ് ഇച്ചിരി നേരമായി കേട്ടോ. നമുക്കിത് ഇതുപോലത്തെ സീഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇടാം കേട്ടോ. എനിക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട. ഇതിപ്പോൾ ഞാൻ ഇത് കയ്യിൽ ഈ സീഡ് ഉണ്ടോ ഇടുകയാണ്. ഇതിലേക്ക് ഇടുമ്പോൾ നമുക്കൊരു നല്ല ടേസ്റ്റ് കിട്ടും. നമുക്ക് അതുകൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. കറക്റ്റ് ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ഓഫ് ചെയ്യാവേ. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ആറിക്കഴിയുമ്പോൾ ഒന്നുകൂടെ ടൈറ്റ് ആവും ഇത് കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയും അത് വെള്ളമായി ഒന്നുമില്ലാത്ത ബൗളിലേക്ക് ഇടുവാണ് ഞാനിപ്പോൾ. നല്ലോണം ആറിയ ശേഷം നമുക്ക് ഇത് എടുത്ത് ഒരു കുപ്പിക്കകത്തിട്ട് അടച്ചു വെക്കാവേ. അപ്പോൾ നമുക്കിത് ഇതിലേക്കൊന്ന് ഇടാം. നല്ല ചൂടാണ്. ഇതൊന്ന് ആറട്ടെ. ആറിയ ശേഷം ഞാൻ ആറുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആവും കേട്ടോ. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ വെക്കാം. ഒന്ന് ആറട്ടെ. കണ്ടത് നല്ലോണം തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ടൈറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ. നമുക്കിനി ഇതുപോലത്തെ ഒരു
ഇച്ചിരി നല്ലവണ്ണം ഞാൻ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. നമുക്കിനി ഇതിലേക്ക് ഇടാം. ഇട്ട് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് വെച്ചാൽ നമ്മൾ വെള്ളമയം എല്ലാം കളഞ്ഞ് നല്ല രീതിയിൽ എടുത്തേക്കുന്നതാണ് ഇത് കേട്ടോ. നെല്ലിക്കയുടെ സീസണാണ്. ഇപ്പോൾ ഇഷ്ടം പോലെ നെല്ലിക്ക കിട്ടും, ഒത്തിരി വിലയൊന്നുമില്ല. അപ്പം അത് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്.